വൺപ്ലസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയത് അവരെ ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് സ്പെക്സുള്ള ഡിവൈസസ് കിട്ടുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് വൺപ്ലസിൻ്റെ ഒരു ഡിക്ലൈനാണ് നമ്മൾ കണ്ടത്. ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് വൺപ്ലസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൺപ്ലസ് നോഡ് 2 അവർ റിലീസ് ചെയ്തത്. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫോണുകളും പോലെ നമ്മുടെ ഫോണും കേസും ചാർജറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മിസ്സിംഗ് ആണ്. ഈ ഒരു ഫോണിൽ 3.5mm ജാക്ക് ഇല്ല. എന്നിരുന്നാലും വൺപ്ലസ് ഇതിൻ്റെ കൂടെ ആ ഒരു അഡാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബാക്കി എല്ലാ ബ്രാൻഡുകളും 3.5mm ജാക്ക് ഇല്ലെങ്കിൽ പകരം ഒരു USB-C to 3.5mm അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺപ്ലസ് ഇത് ചെയ്യുന്നില്ല. മേ ബി അവരുടെ വയർലെസ് ഹെഡ്സെറ്റ്സും ബഡ്സും ഒക്കെ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിരിക്കാം. വൺപ്ലസ് നോഡിലും നോഡ് സിയിലും നമ്മൾ കണ്ടതുപോലെ ചീപ്പായിട്ടുള്ളൊരു ഡിസൈനല്ല വൺപ്ലസ് നോഡ് 2-ൻ്റേത്. അത്യാവശ്യം പ്രീമിയം ലുക്ക് ആൻഡ് ഫീലുള്ളൊരു ഡിവൈസാണ്. ഫ്രണ്ടിലും ബാക്കിലും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5-ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഓവറോൾ നല്ലൊരു ഡിസൈനാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ലിമ്മും ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ വരുന്നത്. ബോട്ടത്തിൽ നമുക്ക് ആ ഒരു സ്പീക്കറും ചാർജിങ് പോർട്ടും മൈക്കും അതുപോലെ സിം കാർഡ് ട്രെയും കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു വോളിയം റോക്കർ കാണാം. റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ സൈലൻറ്റ് ഒക്കെ ആക്കുന്ന സ്ലൈഡർ കാണാം. അതുപോലെ പവർ ബട്ടണും കാണാം. മേൽഭാഗത്തായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ബാക്കിലായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാണാം. ഒരു 6.43 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഡിവൈസിൽ വരുന്നത്. 30,000 രൂപ നമ്മൾ കൊടുത്തിട്ടും ഈ ഡിവൈസിൽ 90 ഹെർട്സിൻ്റെ ഒരു പാനലാണ് നമുക്ക് കിട്ടുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഗെയിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ടിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. HDR10 കണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിസ്പ്ലേ ആണ്. ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്രിസ്പാണ്. അതുപോലെ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റിയിലും കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂസും തോന്നിയില്ല. 90 ഹെർട്സ് ആണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് തോന്നി. ലാഗും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. എന്നിരുന്നാലും പല കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വൺപ്ലസിൻ്റെ പേജിൽ കണ്ടിരുന്നു. ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ തന്നെ വൺപ്ലസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു 120 ഹെർട്സിൻ്റെ പാനൽ കൂടെ ആയിരുന്നെങ്കിൽ ഡിസ്പ്ലേയുടെ കേസ് പെർഫെക്റ്റ് ആയിരുന്നേനെ. ആ ഒരു ഹൈ റിഫ്രഷ് റേറ്റ് മാത്രമാണ് ഈ ഒരു ഡിവൈസിൽ മിസ്സിംഗ് ആയിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വൺപ്ലസ് നോഡ് 2-ൽ കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തോന്നി. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത റിയൽമി X7 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഫാസ്റ്ററാണ് ഈ ഒരു ഡിസ്പ്ലേയിലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഓഡിയോയുടെ കേസിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട്. നല്ല വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്രിസ്പുമാണ്. കൂടുതൽ ബ്രാൻഡ്സും ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൽ നിന്ന് മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സേഴ്സിലേക്കാണ് മാറുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ബഡ്ജറ്റും അതുപോലെ തന്നെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റ്സിലും. അതുപോലെ തന്നെയാണ് വൺപ്ലസ് നോഡ് 2. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
ഓവറോൾ നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ലെങ്കിലും ചെറിയ ഒരു ഹീറ്റിംഗ് ഒക്കെ നമുക്ക് തോന്നിയിരുന്നു. ഫ്ലൂയിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറേ കൂടെ ബെറ്റർ ആയേനെ. എനിക്ക് കിട്ടിയ ഒരു ഡിവൈസിൽ കാര്യമായിട്ടുള്ള ലാഗോ തെർമൽ ത്രോട്ട്ലിങ്ങോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും മൊത്തത്തിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് പല രീതിയിലുള്ള കംപ്ലയിൻസ് OnePlus Nord 2 പറ്റി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് OnePlusൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റും റിവ്യൂസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള ഇഷ്യൂസ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് OnePlus എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കംപ്ലീറ്റ്ലി മാറിപ്പോയി. കാരണം OnePlus 70 വരെയുള്ള ഡിവൈസസ് നമ്മൾ നോക്കിയാൽ ഒരു 35-36,000 സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് പ്രോസസ്സേഴ്സ് വെച്ചിട്ട് ഫ്ലാഗ്ഷിപ്പ് സ്പെക്സോടുകൂടെ നല്ല ഡിവൈസസ് നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ OnePlus കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി മാറിക്കഴിഞ്ഞു. പ്രൈസുകൾ ഡിവൈസിൻ്റെ നല്ല രീതിയിൽ കൂട്ടി. എന്നാൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ അവർ വരുത്താത്തത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് OnePlus അധികം ഡിമാൻഡ് ഇല്ലാത്തത്. $4500 ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 0 to 100 ഓൾമോസ്റ്റ് ഒരു 30 മുതൽ 35 മിനിറ്റിനുള്ളിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OnePlus Nord 2 ഈ അടുത്ത് എക്സ്പ്ലോഡ് ചെയ്തതായിട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും സൂക്ഷിച്ചും കണ്ടൊക്കെ യൂസ് ചെയ്യുക. ഒരുപാട് ഓവർ ഹീറ്റ് ആവാതെ ശ്രദ്ധിക്കുക. OnePlus ഡിവൈസസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തുകളിൽ ഒന്നായിരുന്നു ഓക്സിജൻ OS. വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നിയർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു OS ആണ് ഓക്സിജൻ OS. ഈ ഒരു ഡിവൈസിൽ ഓക്സിജൻ OS 11.3 ആണ് വരുന്നത്. അതായത് OnePlusഉം ഒപ്പോയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പഴയ ഓക്സിജൻ OSൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പോയുടെ യൂസർ ഇൻ്റർഫേസിൽ വരുന്ന പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫോണിൽ വരുന്നത്. നിയർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യമായിട്ടുള്ള കൺസേൺസും ഇഷ്യൂസൊന്നും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ തോന്നിയില്ല ഇതുവരെ. കഴിഞ്ഞ 2 വർഷമായിട്ട് OnePlusൻ്റെ ഡിവൈസസ് ഒട്ടും ഇമ്പ്രൂവ് ചെയ്യാത്തൊരു സെക്ഷനാണ് ക്യാമറ. OnePlus Nord 2 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു 2 മെഗാ പിക്സൽ മോണോക്രോം ക്യാമറ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഡിവൈസിലും വരുന്ന ഓൾമോസ്റ്റ് എല്ലാ മോഡുകളും ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നൈറ്റ് മോഡും പോർട്രേറ്റ് മോഡും നമുക്ക് വരുന്നുണ്ട്. പ്രോ മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. സ്ലോ മോഷൻ, ടൈം ലാപ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. HDRഉം AIയും നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 4K at 30 FPS ആണ് നമുക്ക് മാക്സിമം വരുന്ന ഒരു റെസൊല്യൂഷൻ എന്ന് പറയാം. കൂടാതെ ഒപ്പോയുടെ OSമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ഒപ്പോയിലെ ക്യാമറ ഫീച്ചേഴ്സ് പലതും ഈ ഒരു ഡിവൈസിലും നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. എന്നിരുന്നാലും ഓവറോൾ നല്ലൊരു ക്യാമറ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. 30,000 റുപ്പീസിന് വെർത്തായിട്ടുള്ള ക്യാമറ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് 22,000 റുപ്പീസിന് വരുന്ന MI10i ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഇതിനകത്ത് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓവറോൾ നൈറ്റ് മോഡ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഇഷ്യൂസൊന്നും അവിടെ തോന്നിയില്ല. പിക്ചേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഷാർപ്പും ക്രിസ്പും ഒക്കെയാണ്.
ക്യാമറ പെർഫോമൻസിൽ അത്യാവശ്യം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ OnePlus ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഈ MI10i ആയിട്ട് കാണുന്ന പോലെ തന്നെ റിയർ ക്യാമറാസിലെ ഫോട്ടോസിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് MI10iലെ ഫോട്ടോസാണ്. എന്നാൽ സെൽഫീസിൻ്റെ കേസിൽ നേരെ തിരിച്ചും. സെൽഫീസ് എനിക്ക് തോന്നി OnePlusലെ സെൽഫീസാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് നിങ്ങൾ ഈ ഒരു സാമ്പിൾസ് കണ്ടു നോക്കുക. സെൽഫീസിലൊന്നും യാതൊരു ഇഷ്യൂസും തോന്നിയില്ല. എഡ്ജ് ഡിറ്റക്ഷൻ എല്ലാം പക്കയാണ്. ഓവറോൾ ഡേ ലൈറ്റ് പെർഫോമൻസ് എല്ലാം സെറ്റാണ്. ലോ ലൈറ്റ് പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബെറ്റർ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ. ഇപ്പോൾ വരുന്ന എല്ലാ ഡിവൈസും പോലെ തന്നെ OnePlus Nord 2 ഒരു 5G എനേബിൾഡ് ഡിവൈസാണ്. Wi-Fi 802.11 സപ്പോർട്ടും ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പ്ലസ് OTGയും ഈ ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാം. സ്റ്റോറേജിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് 128 + 8GB അല്ലെങ്കിൽ 256 + 8GB ആണ് വരുന്നത്. UFS 3.1 സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ ഒരു SD കാർഡ് സ്ലോട്ട് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അതും ഈ ഒരു ഫോണിൻ്റെ കോൺസിൽ വരുന്ന ഒരു കാര്യമാണ്. ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്പീക്കർ ഒരു സ്റ്റീരിയോ സെറ്റപ്പാണ്, നല്ല പെർഫോമൻസ് ആണ്. സോഫ്റ്റ്വെയർ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീലൊക്കെ ഉള്ള ഒരു ഡിവൈസാണ് OnePlus Nord 2. ഇനി ഈ ഡിവൈസിൻ്റെ കോൺസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ എക്സ്പാൻഡബിൾ അല്ല, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. എന്നാൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ള അഡാപ്റ്ററും OnePlus പ്രൊവൈഡ് ചെയ്യുന്നില്ല. റിഫ്രഷ് റേറ്റ് 90 Hz വരുന്നുള്ളൂ. ഇതിലും വില കുറഞ്ഞ ഫോണുകളിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 30,000 രൂപക്കുള്ള ഡിവൈസ് ഉണ്ടോ OnePlus Nord 2 എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും നല്ല ക്യാമറ പെർഫോമൻസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൺ എക്സ്പാൻഡബിൾ അല്ല. ഇതിൽ 3.5mm ജാക്ക് വരുന്നില്ല. 30,000 രൂപ കൊടുത്തിട്ടും നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് കൂടാതെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും പല കൺസേൺസും കംപ്ലയിൻസൊക്കെ പലരും പലയിടങ്ങളിൽ നിന്ന് റൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഡിവൈസിൽ യാതൊരു ഇഷ്യൂസും തോന്നിയില്ല. മാത്രമല്ല OnePlus സെയിൽസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന്. നമ്മളിത് വാങ്ങിച്ചതിന് ശേഷമുള്ള സർവീസ് പൊതുവെ OnePlusൻ്റെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ വളരെ ഓവർ പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം.